എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 15-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം. അതായത് വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ചോദ്യം. എത്രയാണ്? 38 ആണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് രാജ്യമാണ്? സിംഗപ്പൂർ ആണ്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഓൾറൗണ്ടർമാരുടെ ICC റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ ക്രിക്കറ്റർ ആരാണ്? ഓൾറൗണ്ടർമാരുടെ ICC റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? മുഹമ്മദ് നബിയാണ്. അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ ഓൾറൗണ്ടർ ആണ് ആര്? മുഹമ്മദ് നബി. ക്ലിയർ ആണല്ലോ? നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകാൻ പോകുന്നത്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ക്ലിയർ ആണല്ലോ? നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ നാലാമത്തെ ചോദ്യം എന്താണ്? 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചന്ദ്ര ദൗത്യം. 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചന്ദ്ര ദൗത്യമാണ് ഇത് നോവ-സി. എന്താണ്? നോവ-സി. സ്വകാര്യ ചന്ദ്ര ദൗത്യമാണ്, ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. ആരാണ്? വി ഹരിനായർ. ക്ലിയർ ആണല്ലോ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലക്ഷദ്വീപിലെ മിനിക്കോയിൽ വരുന്ന പുതിയ നാവികത്താവളം ഏതാണ്? ലക്ഷദ്വീപിലെ മിനിക്കോയിൽ വരുന്ന പുതിയ നാവികത്താവളമാണ് INS ജഡായു. ക്ലിയർ ആണല്ലോ? നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതിന്റെ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.